ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഗ്നൈറ്റ് അക്കാഡമി. 2026 CBSEയുടെ ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇഗ്നൈറ്റ് അക്കാഡമി 2026 ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന 10th സ്റ്റാൻഡേർഡിലെ CBSE സ്റ്റുഡൻസിന് വേണ്ടി ഒരു പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് റിവിഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൺലൈൻ കോഴ്സായിരിക്കും, സ്മാർട്ട് ബോർഡ് വഴി നമ്മൾ നടത്തുന്ന കോഴ്സാണ്. ഇതിൽ മാത്തമെറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ സബ്ജക്ട്സാണ് നമ്മൾ കുട്ടികൾക്ക് പൊതുവെ ഏറ്റവും ടഫായിട്ടുള്ള 3 സബ്ജക്ട്സാണ് മാത്തമെറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ. അപ്പോൾ ഇതിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ ചെയ്യും, മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യും, ആപ്ലിക്കേഷൻ ലെവൽസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. ഈ വരുന്ന നവംബർ 15 നമ്മളെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 2 മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. ജനുവരി 15 ആകുമ്പോഴേക്ക് നമ്മളെല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് മോഡൽ എക്സാംസും നടത്തി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്തിട്ട് കുട്ടികളെ എക്സാമിന് ഒരു പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, 2 months കോഴ്സാണ്. 3999 rupees നമ്മുടെ കോഴ്സ് ഫീ വരുന്നത്. ക്ലാസ്സസ് ഈ 15 സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിന് പുറമെ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ സെൻറ്ററിലേക്ക് വരണമെങ്കിൽ കണ്ണൂർ ജില്ലയിൽ മമ്പറം എന്ന് പറഞ്ഞ സെൻറ്ററിൽ ഓഫ്ലൈൻ ക്ലാസ്സസും ഈ റിവിഷൻ ക്ലാസ്സസ് ആയിട്ട് നടത്തുന്നുണ്ട്. എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, 2026 ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന 10th സ്റ്റുഡൻസിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സിലെ മൊത്തം ചാപ്റ്റേഴ്സാണ് ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫിസിക്സിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ ലൈറ്റ് ആണ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. സെക്കൻഡ് ചാപ്റ്റർ ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ്, ഇത് കുറച്ച് ചെറിയ ചാപ്റ്ററാണ്. തേർഡ് ചാപ്റ്റർ ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി കുറച്ച് ലെങ്തി ചാപ്റ്ററാണ്. മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ചാപ്റ്റർ, അത് കുറച്ച് ചെറിയ ചാപ്റ്റർ. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഫിസിക്സിൽ. ഓക്കെ, അതുകൊണ്ട് കാര്യം വളരെ എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. കെമിസ്ട്രിയിലും ഇതേപോലെ നമുക്ക് 4 ചാപ്റ്റേഴ്സേ വരുന്നുള്ളൂ. മൊത്തം 5 ചാപ്റ്റർ ഉണ്ടായിരുന്നു, 1 ഡിലീറ്റഡ് ആണ്. അതേപോലെ ഫിസിക്സിലും 1 ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്. കെമിസ്ട്രിയിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. സെക്കൻഡ് ചാപ്റ്റർ ആസിഡ്, ബേസസ് ആൻഡ് സാൾട്ട്സ്. ഓക്കെ, തേർഡ് ചാപ്റ്റർ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഫോർത്ത് ചാപ്റ്റർ കാർബൺ ആൻഡ് കോമ്പൗണ്ട്സ്. ഇതിൽ കുറച്ച് ലെങ്തിയും കുറച്ച് ടഫ് എന്ന് പറയാനുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് കാർബൺ ആൻഡ് കോമ്പൗണ്ട്സ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ മാത്സിൽ നമുക്ക് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിലും കുറച്ച് പോർഷൻസ് ഡിലീറ്റഡ് ആണ്. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ പോളിനോമിയൽസ്. തേർഡ് ചാപ്റ്റർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഫോർത്ത് ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഫിഫ്ത്ത് ചാപ്റ്റർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. സിക്സ്ത് ചാപ്റ്റർ ട്രയാങ്കിൾസ്. സെവൻത്ത് ചാപ്റ്റർ കോർഡിനേറ്റ് ജോമെട്രി. എയ്ത്ത് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി. നയൻത്ത് ചാപ്റ്റർ സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി. 10th ചാപ്റ്റർ സർക്കിൾസ് ആണ്. 11th ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു കൺസ്ട്രക്ഷൻസ്, ഡിലീറ്റഡ് ആണ്. പിന്നെ ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ്, സർഫേസ് ഏരിയ ആൻഡ് വോളിയം, സ്റ്റാറ്റിറ്റിക്സ്, പ്രോബിലിറ്റി. ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. അപ്പം ഇത്രയാണ് നമ്മൾ മൊത്തം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ വരുന്ന ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇത്രയും നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ റിവിഷൻ കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവർ താഴെയുള്ള നമ്പറിൽ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.